നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്തെ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത എന്നുള്ളതാണ് നെയ്യാറ്റിൻകര പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാം തവണയും മാതാപിതാക്കളെ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ നിഗമനം എന്ന് പറയുന്നത് പരസ്പരം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മൊഴിയാണ് മാതാപിതാക്കൾ നൽകുന്നത് എന്നുള്ളതാണ്. ബിസ്ക്കറ്റ് കഴിച്ചതിനു ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് മാതാവിന്റെ ആദ്യഘട്ടത്തിലുള്ള മൊഴി. പക്ഷേ പോലീസ് അടക്കം പറയുന്നത് അതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. കൂടാതെ കുഞ്ഞിന്റെ കൈക്കുണ്ടായ ഒരു പൊട്ടലാണ് ഇതിൽ ഏറ്റവും നിർണായകവും വഴിത്തിരിവായേക്കാവുന്ന സംഭവം എന്ന് പറയുന്നത്. കൈക്കുണ്ടായ പൊട്ടൽ ഒരാഴ്ച മുൻപ് ഉണ്ടായത് എന്നുള്ളതാണ് മാതാവ് പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല എന്ന് കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടറും മൊഴി നൽകിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്ക് മുന്നെയാണ് ഈ കൈക്ക് പൊട്ടൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പോലീസ് സർജൻ പറയുന്നത് ആന്തരിക രക്തസ്രാവം കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, അതെങ്ങനെ സംഭവിച്ചു, അതുപോലെ തന്നെ അടിവയറ്റിൽ ചതവ് ഉണ്ടായിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സർജനും പറയുന്നു. എന്തായാലും എന്താണ് ഒരു വയസ്സുകാരനെ സംബന്ധിച്ചത് പറ്റിയത്, അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടിയുടെ മരണത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലിനും പരസ്പരം സംരക്ഷിച്ചുകൊണ്ടും പരസ്പരം നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു മൊഴിയാണ് പോലീസിന് നൽകുന്നത് എന്നുള്ളതാണ് നെയ്യാറ്റിൻകര പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്താണ് ആ ഒരു വയസ്സുകാരന് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി പോലീസിന് കണ്ടെത്താനുള്ളത്. അതിൽ മാതാപിതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്.